CPM ശാസ്ത്രയ്ക്ക് പിന്നാലെ പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിച്ച PV അൻവർ വീണ്ടും മൗനം വെടിയുകയാണ്. ഇന്ന് വൈകിട്ട് 4:30 മാധ്യമങ്ങളുമായി സംസാരിക്കും. വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും അപ്പുറം ഓരോ മനുഷ്യനും ഉള്ള ഒന്നാണ് ആത്മാഭിമാനം. നീതിയില്ല എങ്കിൽ നീ തീയാവുക എന്നും അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുകയാണ്. എന്തായിരിക്കാം അൻവറിന്റെ ഇനി അടുത്ത നീക്കം? അങ്ങനെ പാർട്ടിയും സർക്കാരും മുഖ്യമന്ത്രിയടക്കം തള്ളിപ്പറഞ്ഞ അൻവറിന് മുന്നിൽ പാർട്ടി ഉൾപ്പെടെ ലക്ഷ്മണരേഖ വരയ്ക്കുമ്പോൾ അൻവർ ഉറച്ച ശബ്ദത്തോടുകൂടി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന ഈ വരികൾ പരസ്യമായി പറയുമ്പോൾ എന്ത് പ്രതീക്ഷിക്കണം? അരുൺ അമർനാഥ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ മലപ്പുറത്ത് നിന്നും. അരുൺ, ഒരുപാട് പോരാട്ടങ്ങൾ കണ്ടു, ഫേസ്ബുക്കിലൂടെയും നേരിട്ടുമൊക്കെ തന്നെ സർക്കാരിനെയും പാർട്ടിയെയും മുൾമുനയിൽ നിർത്തിയ PV അൻവർ നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്ന ഒരു 2 വരി കുറിക്കുമ്പോൾ അതിന്റെ അർത്ഥതലം, വ്യാപ്തി എത്രത്തോളം ഉണ്ടാകും? എന്താണ് അൻവർ ക്യാമ്പിന്റെ നീക്കം? പ്രജീഷ്, രാഷ്ട്രീയ കേരളം PV അൻവറിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. അത്തരത്തിൽ കോളിളക്കമുണ്ടാക്കിയ തീ പിടിപ്പിച്ച ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചു വെച്ചത്. ആ ഒരു ഘട്ടത്തിലാണ് CPMന്റെ അന്ത്യശാസന വരുന്നത്. അത് മുഖ്യമന്ത്രി അൻവറിനെ തള്ളിയതിന് പിന്നാലെയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇനി എന്താണ് അൻവറിൻ്റെ നീക്കമെന്ന് നോക്കിയിരിക്കുകയാണ്. വീണ്ടും പാർട്ടിക്കെതിരെ അൻവർ രംഗത്ത്, പാർട്ടിയുടെ പരസ്യ പ്രസ്താവന വിലക്കിക്കൊണ്ട് അൻവർ രംഗത്ത് വരാൻ തയ്യാറാകുന്നത്. നോ മോർ ADGP എന്നൊരു ഘട്ടത്തിൽ അതിനുശേഷവും അൻവർ പറഞ്ഞു. പിന്നാലെ ഇന്നലെ അൻവർ ADGPയെ തള്ളിക്കൊണ്ട് തന്നെ ADGPക്ക് കൂടുതൽ ആക്രമിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരികയാണ്. അതായത് ADGPയെ സസ്പെൻഡ് ചെയ്യുകയല്ല, ഡിസ്മിസ് ചെയ്യുകയാണ് വേണ്ടതെന്ന നിലപാട് അവിടെ പറഞ്ഞു വെക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റും പിന്നാലെ ഇനി അൻവർ എന്തിലേക്ക് എന്ന ചോദ്യം ഉയർത്തുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ്. അതിനെല്ലാം ഉത്തരം അല്പസമയത്തിനകം നമുക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. എങ്കിലും ചില അനുമാനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ അൻവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരുമ്പോൾ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷേ ചിലപ്പോൾ പാർട്ടിയുടെ വിലക്ക് ധിക്കരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതിനുള്ള ഒരു ന്യായീകരണം എന്നോണം ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കാണാം. അതായത് അൻവറിന് ഇനിയും കൂടുതൽ ആരോപണങ്ങൾ ADGPക്കെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഒക്കെ ഉന്നയിക്കാനുണ്ട്. അത് പറയേണ്ട ഘട്ടമായിരിക്കുന്നു. അതിനാലാണ് ഇത്തരത്തിൽ ഒരു ആത്മധൈര്യമുണ്ട്. നീതിയില്ലെങ്കിൽ നീതി ആവുക എന്ന ഒരു സെൻറ്റൻസിനെ എങ്ങനെ ഒരുപക്ഷെ അങ്ങനെ ഒരു ന്യായീകരണമായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റേത് ഇനി എന്തെന്ന ചോദ്യം പ്രധാന ചോദ്യമാണ്. അൻവർ പുറത്തേക്കോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും അൻവർ അവിടെ തന്നെ പാർട്ടിയെ പൂർണ്ണമായി തള്ളാതെ തന്നെ അൻവർ അവിടെ ന്യായീകരിച്ചു വെക്കുന്നുണ്ട്. ഇനി എത്ര കഴിഞ്ഞാലും മുഖ്യമന്ത്രിയെ ഞാൻ തള്ളി പറയില്ല എന്നൊക്കെ അൻവർ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ കാത്തിരിക്കാം. അരുൺ അമർനാഥ്, എന്താണ് അൻവറിന്റെ നീക്കം? ഇതുവരെ ഉറച്ച ശബ്ദമായിരുന്നു അൻവർ. എന്തായിരിക്കാം ഇനി നീതിയില്ലെങ്കിൽ തീയാകുക നീ എന്ന ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്നത് നേരിട്ട് തന്നെ അറിയാം. ഇപ്പോൾ നമ്മോടൊപ്പം അതിഥികളായ റജി ലൂക്കോസ്, ഇടത് സഹയാത്രികനൊപ്പം TP അഷ്റഫ് അലി, മുസ്ലിം ലീഗ് നേതാവ് എന്നിവരാണുള്ളത്. ശ്രീ റജി ലൂക്കോസ്, അതായത് പാർട്ടിയുടെ വിലക്ക് ലംഘിക്കുന്ന തരത്തിലാണ് ഇന്നിപ്പോൾ അൻവറിന്റെ ആ വാചകത്തെ നമ്മൾ വായിക്കേണ്ടത്. ലക്ഷ്മണരേഖ വരച്ചു, പാർട്ടി വരച്ചു, മുഖ്യമന്ത്രി കർശന ഭാഷയിൽ താക്കീത് നൽകിയിട്ടും അൻവർ പിന്നോട്ടില്ലെങ്കിൽ എന്തായിരിക്കാം അൻവറിന്റെ നീക്കം? പക്ഷെ ഒരു കാര്യം എനിക്ക് ഏകദേശം അൻവറിന്റെ സ്വഭാവ രീതി വെച്ചോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം വെച്ചോ പറയാൻ പറ്റും. അദ്ദേഹം ശക്തമായ രീതിയിൽ രാഷ്ട്രീയക്കാരെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അദ്ദേഹത്തിന്റെ ജനകീയ അടുത്തറയുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ ചില പ്രശ്നങ്ങൾ അവതരിപ്പിക്കും എന്നല്ലാതെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുമോ, പാർട്ടി മെമ്പർ അല്ല അദ്ദേഹം, സഹയാത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അകന്നു പോവുകയോ MLA സാറെ രാജിവെക്കുകയൊക്കെ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിത്വമല്ല അൻവർ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ നീരസങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും മുഖ്യമന്ത്രിയിൽ വിശ്വാസം അർപ്പിക്കുകയും പാർട്ടി സഖാവാണെന്നും പാർട്ടിയോടൊപ്പം നിൽക്കുകയും തന്നെയല്ല തന്റെ അമിതമായ രീതിയിലുള്ള മാധ്യമ സമ്മേളനങ്ങൾ സഖാക്കളെ വേദനിപ്പിച്ചിട്ടുള്ളതിൽ അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടെ തീവ്രമായ തന്റെ വികാരങ്ങളും തന്റെ അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കും. അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസികമായ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുന്നില്ലാണ് അതിലുപരി ഇത് കടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് PV അൻവർ MLA പിന്നെ തിരിച്ചറിയേണ്ട ഒരു വസ്തുത അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം കേരളീയ സമൂഹത്തിൽ കഴിഞ്ഞ ഏതാണ് ഒരു 10-22 ദിവസമായിട്ട് അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾക്ക് സർക്കാരും പാർട്ടിയും ഗൗരവമായ രീതിയിലുള്ള പരിഗണന കൊടുത്തിട്ടുണ്ട്. പാർട്ടി അത് അന്വേഷിക്കുമെന്നും അതിൽ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നും ഗൗരവതരത്തിലുള്ള എന്ത് പരിഗണനയാണ് നൽകിയിട്ടുള്ളത് എന്ന് കൂടി പറയണം. കാരണം ഇന്നിപ്പോൾ 4 അന്വേഷണമാണ് കേരള പോലീസിനെ ഓർത്ത് നമുക്ക് ലജ്ജിക്കേണ്ട ഒരു ദിവസമാണ്. കാരണം അപമാനത്തിന്റെ മറ്റൊരു മെഡൽ കൂടി ഈ ADGPക്ക് ലഭിക്കുന്ന തരത്തിൽ ഒന്ന്, ADGP നടത്തിയ അന്വേഷണത്തെ, ഈ പൂരങ്കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ തള്ളിക്കളഞ്ഞു. അതിപ്പോൾ മറ്റൊരു ശുപാർശ ഇപ്പോൾ ഹോം സെക്രട്ടറി വയ്ക്കുന്നു. ഒരുപക്ഷെ അതിന്മേലൊരു അന്വേഷണം എന്തായാലും വല്ല ക്രൈംബ്രാഞ്ചിന്റെയോ മറ്റൊരു രൂപത്തിൽ വന്നേക്കാം.
അതിനുശേഷം ഒരു FIR ഇട്ട് വേണമെങ്കിൽ അന്വേഷിച്ചേക്കാവുന്ന ഒരു കേസായി കൂടി ഇത് മാറുകയാണ്. അപ്പോഴും അതേ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുകയാണ്. ഇന്നലെയും പറയുന്നു, ഇന്നലത്തേക്ക് ഫേസ്ബുക്കിലും 2 ദിവസം മുമ്പൊക്കെ ഫേസ്ബുക്കിലും പറയുന്നത് എന്താണ്, കൊടും ക്രിമിനലാണെന്ന് ആവർത്തിക്കുകയാണ് ADGP. അപ്പോൾ അതേ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അന്വേഷണ പൂരവും നടക്കുന്നത്. അപ്പോൾ എന്ത് പരിഗണനയാണ് അൻവറിന്റെ വാക്കുകൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് അത് അങ്ങനെ അങ്ങ് പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ പറയാൻ പറ്റും. ഒരു MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഉയർത്തിയ 141 MLA പറയേണ്ട ഒരു നോമിനേറ്റഡ് അംഗ സഹിതം ഉയർത്തിയ പ്രശ്നങ്ങൾ സർക്കാർ പരിഗണിച്ചതിന്റെ വലിയ ഇതായിട്ടാണല്ലോ അന്വേഷണങ്ങൾ 3 ലെയർ അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചത്. ഒരു SP സസ്പെൻഡ് ചെയ്തു, 2 DVSPമാരെ സസ്പെൻഡ് ചെയ്തു, 7 DVSPമാർക്ക് സ്ഥലമാറ്റം കൊടുത്തു. അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ സർക്കാർ നടത്തിയത് പ്രഥമദൃഷ്ടിയായ അന്വേഷണത്തിൽ സത്യമുണ്ടെന്ന് കണ്ടതുകൊണ്ടല്ലേ, അതിന് പരിഗണനയല്ലേ. ആരോപണങ്ങളുടെ ഇവിടെ ദിവസവും എത്ര എണ്ണം ഉയരുന്നുണ്ട്. ആ ആരോപണങ്ങളെല്ലാം ഉയരുമ്പോഴത്തേക്ക് ആ ആരോപണങ്ങളെല്ലാത്തിനെയും മുഖവരയ്ക്ക് എടുത്തുകൊണ്ട് നടപടി സ്വീകരിക്കാൻ പറ്റും. സർക്കാർ അന്വേഷണം ചെയ്യാൻ പറ്റുള്ളൂ. ആ അന്വേഷണത്തിന് പരമായി കിട്ടിയ വസ്തുതകൾ വെച്ചുകൊണ്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അത് അദ്ദേഹത്തിന്റെ ഒരു MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പരാതികൾക്കുള്ള പരിഗണന തന്നെയാണ്. ഇനി ADGPയെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ADGPയുടെ വിഷയത്തിൽ കേരള പോലീസ് എങ്ങനെ അപമാനം ഉണ്ടാകുന്നത്? അദ്ദേഹം ഇതിൽ പങ്കാളിയാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ചുമതല ഇങ്ങനെ ഇത്രയും മലീമസമായിട്ടുള്ള പുഴുക്കുത്തെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആ രീതിയിൽ വിളിക്കാവുന്ന ഇത്തരത്തിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരേ സ്ഥാനത്തിരിക്കുന്ന ഇത്രയും ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന ചരിത്രമുണ്ടോ? അങ്ങനെ ചരിത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ ഇടതുപക്ഷത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും ഇടതുപക്ഷത്തിന് ഒരു മൂല്യവത്തായ രീതിയിൽ നമ്മളൊരു പരിഗണന നൽകുന്നുണ്ട്. ആ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നെങ്കിലും സർക്കാരിന്റെ കാലത്ത് ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അല്ല പ്രതീക്ഷ, ആ മൂല്യം എന്ന് പറയുന്ന വാക്കിനെ ഞാൻ ഒരുപാട് മാനിക്കുന്ന ആളാണ്. എനിക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യമുള്ള ആള്. തന്നെയുമല്ല പ്രതീക്ഷയൊക്കെ വിമർശിക്കുന്നത് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയുള്ള ബോധ്യമുള്ള ആൾ തന്നെ ഞാൻ. അതൊന്നും ഒരു വ്യത്യാസമില്ല. പക്ഷെ പോലീസിനെ സംബന്ധിച്ചോളം പോലീസ് എന്ന് പറയുന്ന ആ സംവിധാനത്തിനോട് ചെയ്യുന്ന സമീപനങ്ങൾ ഈ ഗവൺമെന്റ് എങ്ങനെയൊക്കെ ആയിരുന്നുള്ളതും അതൊരു ചരിത്ര വസ്തുത തന്നെ. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ചകൾ പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഈ ADGP മാറ്റുക എന്നുള്ളതിന്റെ പേരിലാണ് മുഖ്യമന്ത്രി ആദ്യ ആരോപണം വന്നപ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു. DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ക്രൈംബ്രാഞ്ചിലേക്ക് അത് പൂരം കലക്കിയതായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം കൈമാറുമെന്ന് പറയുന്നത് അതിന്റെ വസ്തുതകളൊന്നും പുറത്തു വന്നിട്ടില്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ അതൊക്കെ അതിന്റെ അന്വേഷണങ്ങൾ ദ്രുതഗതിയിൽ വന്നു. ടൈം ഓർഡറായിട്ട് അന്വേഷണം കിട്ടണമെന്ന് പറഞ്ഞു. ഈ ഉദ്യോഗസ്ഥന്റെ പേര് ആരോപണം വരുന്നതിന് മുമ്പ് തന്നെയാണ് ആ ഉദ്യോഗസ്ഥനെ അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. അത് പറയട്ടെ, ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ്. അത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ യുവന്ന ഭാഷന്റെയും ഭാഷ്യം. പക്ഷെ ഒരു MLA, ഒരു ഇടതുപക്ഷ സഹയാത്രികനായ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് പാർലമെന്ററി പാർട്ടി മെമ്പർ അവർ MLA താൻ അതിന് വിട്ടുപോയപ്പോൾ അത് താക്കീത് കൊടുത്തു. അത് ശരിയല്ല എന്ന് പറഞ്ഞത് വല്ലാത്ത ഒരു പെടാപ്പാടിലാന്ന് പെട്ടിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി പറഞ്ഞ രീതിയിൽ ഒരു പുഴുക്കുത്തിനെ ആ മുഖ്യമന്ത്രി പാർട്ടിക്ക് മുകളിലേക്ക് എടുത്തു വെച്ചു കൊടുത്ത് അവരെ ചുമക്കേണ്ട അവസ്ഥ. ഒരു ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു MLA തള്ളാനും വയ്യ കൊള്ളാനും വയ്യ, അങ്ങൊന്ന് സംഭാഷണം ഒന്ന് ഒഴിവാക്കൂ എന്ന് യാചിക്കേണ്ട അവസ്ഥ. പാർട്ടി ഒരു വല്ലാത്ത അവസ്ഥയിലും പെട്ടുകിടക്കുവാണല്ലേ. അതൊക്കെ വെറുതെ ഭാഷ്യങ്ങളാണ് പ്രതീക്ഷ. പാർട്ടിയൊന്നും ഒരു അവസ്ഥയിലില്ല. പാർട്ടിക്ക് നല്ല അറിയാം, പാർട്ടി സഹാക്കൾക്ക് അറിയാം, പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് അറിയാം. ഇതിനു മുമ്പ് കേരളത്തിൽ ഭരണം ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ ഈ പോലീസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതൊക്കെ നമ്മുടെ അടുത്തൊക്കെ ഒരു വെള്ള ചിത്രം പോലെ തന്നെ രേഖപ്പെട്ടിരിക്കുന്ന ഒരു രേഖകൾ പോലെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഞാനതിനെ അന്തമാണ്ടതിനായിരിക്കുന്നില്ല. ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ADGP അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ പ്രഥമദൃഷ്ട്യാ തന്നെ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ DGPയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് വന്നു എന്ന് പറയുന്നത് അങ്ങനത്തെ ശരിയാകുമ്പോൾ അതൊരു അല്പം വൈകിപ്പോയി എന്നതിനകത്ത് യാതൊരു തർക്കമില്ല. പക്ഷെ ആ വൈകിയതിന്റെ കാരണങ്ങൾ എന്താണ് അത് നമ്മളത് മനസ്സിലാക്കണ്ടേ. ആ വൈകിയതിന്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിയമവ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം ഒരു ആരോപണം ഉണ്ടായി കഴിഞ്ഞാൽ പണ്ട് സെൻകുമാറിന്റെ കാര്യത്തിലെടുത്ത തീരുമാനം സുപ്രീം കോടതി റദ്ദാക്കിയതുപോലെ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകാതിരിക്കാൻ അവധാനതയോടുകൂടി മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നു എന്നതും കൂടെ നമ്മൾ തിരിച്ചറിയണ്ടേ. അല്ലേക്കുള്ള ഇതൊന്നും കണ്ടിട്ട് കാണാൻ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിമർശിക്കാം, നമുക്ക് വിമർശിക്കാം. ശ്രീ അഷ്റഫ് അലി, ധാർമ്മികമായി ഇനി PV അൻവറിന് ഈ പ്രസ്താവനത്തിനൊപ്പം തുടരാൻ കഴിയുമോ? കാരണം പാർട്ടി തള്ളി, മുഖ്യമന്ത്രി തള്ളി. അപ്പോൾ അൻവറിന്റെ അടുത്ത നീക്കം എന്തെന്നാണ്? കൗതുകത്തോടുകൂടി രാഷ്ട്രീയ കേരളം നോക്കുകയാണ്. നാളേക്ക് അദ്ദേഹം കടുപ്പിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും ഒരു ഡെഡ് ലൈൻ അദ്ദേഹം വെക്കാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഈ വിപ്ലവം മുന്നോട്ട് പോകുന്നത്? അല്ല, അൻവറിന് വളരെ തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായ ധാരണയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM എന്ന് പറയുന്ന ഈ പാർട്ടിയോടോ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോടോ ഈ വിഷയങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഒരു തീരുമാനവും കിട്ടില്ല എന്ന് വളരെ വ്യക്തമായ ധാരണയുള്ളത് കൊണ്ടാണ് അദ്ദേഹം പാർട്ടിയോടോ മുഖ്യമന്ത്രിയോടോ ഇത്തരം വിഷയങ്ങൾ പറയാതെ നേരിട്ട് പത്രസമ്മേളനത്തിലേക്ക് പോയത്. അത് പലതവണ അദ്ദേഹം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്.
ഞാനിത് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒന്നും നടക്കില്ല, ഒരു ചുക്കും നടക്കില്ല എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ 2 തവണ അദ്ദേഹത്തെ ശ്രമിച്ചിട്ട് അദ്ദേഹം എന്നെ വന്ന് കണ്ടില്ല എന്ന് വെച്ചാൽ എന്താണ്? മുഖ്യമന്ത്രിയിലുള്ള അൻവറിന്റെ പൂർണ്ണമായ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഈ പാർട്ടിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ തുടരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയല്ലേ? കേരളം അതിന് അനുകൂലമായ നിരവധി തെളിവുകൾ കണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഇതിനോടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാടെന്താ? CPM-ന്റെ നിലപാടെന്താ? ഇവർ നീതിയുടെ പക്ഷത്തുണ്ടോ? CPM മുഖ്യമന്ത്രിയും നീതിയുടെ പക്ഷത്തില്ല എന്ന് മാത്രമല്ല, അൻവറിനെതിരെ രൂക്ഷ വിമർശനമാണ് CPM സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്. അൻവറിനെ തള്ളിപ്പറയുന്ന നിലപാടാണ് ഉണ്ടായത്. ആ നിലപാടുണ്ടായത് കൊണ്ടാണ് ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയനും അൻവറിനെതിരെ നിലപാടെടുത്തുകൊണ്ട് പത്രസമ്മേളനം നടത്തിയത്. ഇതൊക്കെ അറിയുന്ന അൻവറിനെ CPM ഇതിൽ ഒരു തരത്തിലും നടപടിയെടുക്കില്ല എന്ന് മനസ്സിലായിരിക്കുന്നു. അൻവർ അതുകൊണ്ട് വീണ്ടും തുറന്നു പറയാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അൻവർ രാജിവെക്കുമെന്നുള്ളത് തന്നെയാണ്. അൻവർ രാജിവെച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ അദ്ദേഹം തയ്യാറാണ്. അൻവറിന്റെ പിന്നീട് അടുത്ത രാഷ്ട്രീയ ഭാവി എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് ഇക്ബാൽ മുണ്ടേരി, നിലമ്പൂരിലെ ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ്, ആദ്യം സ്വാഗതം ചെയ്തു, പിന്നെ തിരുത്തിയെങ്കിലും കുഞ്ഞാലിക്കുടിയോട് ചോദിക്കുമ്പോഴും അദ്ദേഹം തുറന്നു പറയുന്നില്ലെങ്കിലും പല ലീഗ് നേതാക്കളുമായും ബന്ധപ്പെട്ട് രഹസ്യമായി ബന്ധപ്പെടുമ്പോഴും അർത്ഥസമ്മതമുള്ളവരാണ്. ലീഗ് സ്വാഗതം ചെയ്യുമോ അൻവറിനെ? അല്ല, അൻവറിന്റെ നിലപാടും രാജ്യവും ഒക്കെ അറിയട്ടെ. ലീഗ് സ്വാഗതം ചെയ്യുമോ UDF സ്വാഗതം ചെയ്യുമോ എന്നുള്ളതൊക്കെ പിന്നീട് കാണുന്ന കാര്യങ്ങളാണ്. അൻവർ മുൻപെടുത്തിട്ടുള്ള പല കാര്യങ്ങളിലും അൻവറിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്നുള്ളതൊക്കെ അത് വളരെ പ്രധാനമാണ്. KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം പരസ്യമായി തിരുത്താൻ തയ്യാറുണ്ടോ? ഇന്നലകളിൽ അദ്ദേഹം CPM-ന് വേണ്ടി പറഞ്ഞ പല കാര്യങ്ങളും തിരുത്താൻ തയ്യാറുണ്ടോ? UDF-ന്റെ രാഷ്ട്രീയമാണ് ശരിയെന്ന് പറയാൻ അൻവർ തയ്യാറുണ്ടോ? അപ്പോഴൊക്കെ നേതാക്കൾ അതിനെ കുറിച്ച് ആലോചിക്കും, ഒരു സംശയമില്ല. എന്നാൽ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് CPM ഈ വിഷയത്തിലൊക്കെ നിലപാട് എന്താണ്? CPM BJPക്ക് അനുകൂലമായി, RSSന് അനുകൂലമായി കുഴലൂത്ത് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് M മുകുന്ദന്റെ BJP നേതാവിന്റെ ചരമവാർഷികത്തിൽ BJPയുടെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ പിണറായി വിജയൻ പങ്കെടുക്കുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? BJPക്ക് അനുകൂലമായി ADGP നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞ ആ ADGPയെ അദ്ദേഹം സംരക്ഷിക്കുന്നു. P ശശിക്ക് ഒരു കുഴപ്പമില്ല, ക്ലീൻ ചിറ്റ് നൽകുന്നു. സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയോ പരാതികളോ അന്വേഷണങ്ങളോ ഇല്ല എന്ന് പറയുന്നു. അപ്പോ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും ഈ CPM-ഉം കേരളത്തിൽ BJPയെ വളർത്തുന്നതിന് വേണ്ടിയുള്ള കുഴലൂത്തുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി അറിയുന്ന അൻവർ തെളിവ് സഹിതം പുറത്തു വന്നപ്പോ അൻവർ അവർക്ക് അനഭിബദ്ധനായി കഴിഞ്ഞു. അൻവർ ഇപ്പോ പഴയ കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളായി കഴിഞ്ഞു. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ നിന്ന് മാത്രമല്ല, ഇവിടെ മുകേഷിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എന്താണ് CPM-ന്റെ നിലപാട്? CPM-ന്റെ നിലപാട് എന്താണ്? അവർ സംരക്ഷിക്കുകയല്ലേ? ശ്രീമതി ടീച്ചറെ പോലെയുള്ള ചില വനിതാ നേതാക്കന്മാർ വ്യത്യസ്തമായ അഭിപ്രായം പറയുമ്പോ അത് MLA ആയിരിക്കുന്ന മുകേഷ് ഇവിടെ ഇതാ മുൻകൂർ ജാമ്യം എടുത്ത് ഒരു കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. അൻവർ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ MLA ആണ്. ഇവിടെ ഇപ്പോൾ നോക്കൂ, അൻവർ ഇട്ടിരിക്കുന്ന ഫേസ് പോസ്റ്റ്, വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യരിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനം. അതിത്തിരി കൂടുതലുണ്ട്. നീതി ഇല്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ. ഇന്ന് വൈകിട്ട് 4:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇട്ടത് സമയം 5 മണിക്കൂറേ ആയിട്ടുള്ളൂ. 5 മണിക്കൂറിനുള്ളിൽ 19K ആണ് ലൈക്ക്. 19K സ്നേഹപ്രകടനമടക്കമുള്ള ഇമോജീസ് ആണ് ഇട്ടിരിക്കുന്നത്. അതിൽ 4.4K കമന്റ്സ് ഞാൻ വായിച്ചു നോക്കി. ആ കമന്റിൽ അധികവും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇടതുപക്ഷവുമായി ചേർത്ത് നിൽക്കുന്ന ആളുകളാണ്. പലരുടെയും പ്രൊഫൈലുകൾ കയറി നോക്കുമ്പോൾ അങ്ങനെയാണ്. അവരൊക്കെ പിന്തുണയ്ക്കുകയാണ് അൻവറിനെ. വളരെ ചുരുക്കം ചിലർ മാത്രമേ അൻവറിനെ അതിരൂക്ഷമായി ചെറുക്കുന്നുള്ളൂ, വിമർശിക്കുന്നുള്ളൂ. അപ്പോൾ അൻവർ ഒരു സ്വീകാര്യതയായി ഇടതുപക്ഷത്തിനുള്ളിലും മാറി വരികയാണ് ഓരോ ദിവസവും എന്നുള്ളതും പ്രസക്തമല്ലേ ശ്രീ അഷ്റഫ് അലി? അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ തീർച്ചയായും പ്രസക്തിയുള്ളതാണ്. കേരളത്തിന്റെ പോലീസിനകത്ത് BJPക്ക് RSSന് ശാഖയുണ്ട്. അവർക്ക് ലഭിക്കുന്ന വാട്സാപ്പ് സന്ദേശം അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവർ തൃശ്ശൂരിലെ പൂരം കലക്കിയിട്ടുണ്ട്. അവിടെ ADGP അജിത് കുമാർ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ. മലപ്പുറം ജില്ലയിൽ ഡാൻസ് ഓഫ് എന്ന പേരിൽ ഇവിടുത്തെ SP ഉണ്ടാക്കിയ ഒരു സേന നടത്തിയിട്ടുള്ള, ഇവിടുത്തെ ചെറുപ്പക്കാർക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ള കേസുകൾ, ആ ചെറുപ്പക്കാരെ വെടിവെച്ച് കൊല്ലുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇവിടെ ലോക്കപ്പിൽ ഉൾപ്പെടെയുള്ള മരണങ്ങൾ, ഇങ്ങനെ തുടങ്ങി വളരെ ജെന്യൂനായ കാര്യങ്ങളാണ് അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. അൻവർ ഉന്നയിച്ച ആ നിലപാടിനാണ് അൻവറിന് ലൈക്ക് കിട്ടുന്നത്. അൻവർ ഉന്നയിച്ച നിലപാടിൽ പിണറായി വിജയനും ചുരുക്കം ചില ആളുകൾ ഒഴികെ CPM-കാർ പോലും ആ വിഷയത്തിൽ അൻവറിന് അനുകൂലമാണ്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഇവിടെ റെജി ലൂക്കോസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ടല്ലോ, CPM സഹയാത്രികർ എന്ന് പറയുന്ന ഇവിടെ KT ജലീൽ, ആ സഹയാത്രികർ എന്താണ് പറയുന്നത്?
ഇന്നതാ നിയാസ് പുളിക്കലകത്ത് എന്ന് പറയുന്ന തിരുരങ്ങാടിയിൽ CPM വേണ്ടി മത്സരിച്ച നിയാസ് പുളിക്കലകത്ത് മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നു. കാരാട്ട് റസാക്ക് ഇവിടെ എഴുതിയിരിക്കുന്നു. എല്ലാ സ്വതന്ത്രന്മാരും ഈ CPM-മായി ചേർത്ത് പിടിച്ചു നടന്ന് എല്ലാവരും കൈയൊഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു ഈ ഗവൺമെന്റ് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല, ഇത് കോർപ്പറേറ്റ് ഗവൺമെന്റ് ആയി മാറിക്കഴിഞ്ഞു. ഇവർ ഇവിടെ കേന്ദ്രം എന്ത് പറയുന്നോ അതിനനുസരിച്ച് BJPക്ക് അനുകൂലമായി പാദസേവ ചെയ്യുന്നവരായി മാറിക്കഴിഞ്ഞു. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ജനങ്ങൾ അൻവറിനെ അനുകൂലമായി പറയുന്നത്, അൻവർ അനുകൂലമായി ലൈക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നതാണ്. കാരണം കേരളം ഒരിക്കലും RSSന് തീരെഴുതി കൊടുക്കാൻ അവസാനമായി സമയക്കുറവുകളുണ്ട്. റെജി ലൂക്കോസ്, അതായത് അൻവറിനെ ഒരർത്ഥത്തിൽ പാർട്ടിയും പിണറായി വിജയനും മുഖ്യമന്ത്രിയും വഞ്ചിക്കുകയായിരുന്നു. കാരണം ഒരുപാട് ഉയർത്തിയ വിഷയങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. അതിലൊന്നും ഒരർത്ഥത്തിലും നീതി പുലർത്താത്ത ഒരാൾക്ക് ഒരു കടുത്ത തീരുമാനം അയാൾ എടുത്താൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല. അല്ല, അദ്ദേഹം അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് അഷ്റഫിലേക്ക് മറുപടി പറഞ്ഞിട്ട് തീർക്കാം. ഞാൻ പെട്ടെന്ന് തീർക്കാം. അഷ്റഫ് അലി ബഹുമാനപ്പെട്ട അഷ്റഫ് ഇവിടെ എന്തെല്ലാം പറഞ്ഞു. കഴിഞ്ഞ ദിവസം വരെ ഈ PV അൻവറിനെ ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ നടത്തുകയും ദ്രോഹിക്കുകയും ചെയ്തത് ഈ മുസ്ലിം ലീഗ്. അദ്ദേഹത്തിന് കക്കാടംപൊയിലെ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് തേജോവധം ചെയ്ത ലീഗാണ്, പ്രത്യേകിച്ച് യൂത്ത് ലീഗുകാര്. അങ്ങനെയുള്ള അൻവർ ഈ ലീഗിലേക്കൊക്കെ ചെന്ന് ഒരു രാഷ്ട്രീയ ആത്മഹത്യക്ക് തയ്യാറാവുന്നൊക്കെ പറഞ്ഞാൽ അൻവറിനെ വെറുക്കുന്നവർ പോലും ചിരിച്ചു പോകത്തുള്ളൂ. പിന്നെ കേരളത്തിന്റെ CPM എന്ന് പറഞ്ഞ പാർട്ടിയോ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിനോട് ഒരിക്കലും അദ്ദേഹത്തിന് എഴുതിത്തള്ളു ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ അതിന് കിടന്ന പ്രയോഗങ്ങൾ വന്നപ്പോൾ ജനാധിപത്യത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കും അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന് ചെവിക്ക് പിടിച്ചു. അത് അദ്ദേഹം അനുസരണയോട് സ്വീകരിച്ചു. അദ്ദേഹം ക്ഷമ പറഞ്ഞു. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഒരുപക്ഷെ അദ്ദേഹം പോലീസിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുകയും രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹം ഒരു സഖാവാണെന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു പാരമ്പര്യമുള്ള വലിയ പാരമ്പര്യമുള്ള PV അൻവറിനെ പോലെ ഒരാൾ രായ്ക്ക് രാമാനും പാർട്ടി പറയോ സഖാവേഷം അഴിച്ചു വെച്ച് പിന്നെ മറ്റൊരു എന്താ പറയുക ഒരു വർഗീയ പാർട്ടിയിലേക്ക് ചെന്ന് ചേരുമെന്നൊക്കെ പറഞ്ഞാല് അത്ഭുതങ്ങൾ ചിന്തിക്കുന്നവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നാണ് അഷ്റഫ് മനസ്സിലാക്കേണ്ടത്. അഷ്റഫിന് വേറൊരു കാര്യമാണ് മനസ്സിലാക്കുക. നിങ്ങളുടെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിലമ്പൂരിലെ മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പോസ്റ്റ് ഇട്ടപ്പോൾ അദ്ദേഹത്തിനെ വെല്ലുവിളിക്കുക, അദ്ദേഹത്തിന് നടപടി സ്വീകരിക്കുകയും ചെയ്ത നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാര് നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞ വാക്കുകൾ എന്നറിയോ? അൻവർ എന്ന് പറഞ്ഞ വ്യക്തിയെ വളരെ മോശമായ രീതിയിൽ അൻവറിനെ എടുക്കേണ്ട ഗതികൾ ഈ പാർട്ടിക്ക് മുന്നണിക്ക് ഇല്ല എന്ന് പറഞ്ഞ് വേറൊരാളുണ്ട് പാർട്ടി നിങ്ങളെ മുന്നണിയുടെ കൺവീനർ MM ഹസൻ. അങ്ങനെ അപമാനിച്ച ഒരു ചരിത്രമുള്ള നിങ്ങളുടെ പ്രസ്ഥാനവും നിങ്ങളുടെ മുന്നണിക്കും ഈ പറഞ്ഞ പാവം KT ജലീലിന്റെ അവസ്ഥ കൂടി ചിന്തിക്കണം. KT ജലീൽ കുറച്ച് ഇടതുപക്ഷക്കാരൻ, എന്റെ ഒരു സുഹൃത്തോടെ അദ്ദേഹത്തിനൊന്നും നിങ്ങൾ ഈ പാളയത്തിൽ കൊണ്ട് കെട്ടി അളവ് തൂക്കാൻ നിങ്ങൾ വിധേയരാക്കേണ്ട ഒരു കാര്യമില്ല. വളരെ മിടുക്കനായ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന വളരെ വിദ്യാസമ്പന്നനായ ഈ BJP-നെ വിറപ്പിച്ചിട്ടുള്ള ലീഗിനെ വിറപ്പിച്ചിട്ടുള്ള ഒരു നേതാവാ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് എന്തായാലും റെജി ലൂക്കോസ്, നമുക്ക് ചർച്ചകൾ ഇനിയും തുടരാം. കാരണം അൻവർ ഇനി എന്തായിരിക്കും പൊട്ടിക്കാൻ പോകുന്നത് 4:30 കാത്തിരിക്കാം. അൻവർ പറയുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ ആത്മാഭിമാനം പണയം വെക്കാനില്ല എന്നതിന്റെ സൂചനയാണ്. അങ്ങനെ പറയുന്നെങ്കിൽ അല്പം കടുത്ത നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കേണ്ടി വരുമോ? എന്തായിരിക്കും പറയാൻ പോകുന്നത് കേൾക്കാൻ നമുക്ക് 4:30. വളരെയധികം നന്ദി റെജി ലൂക്കോസ്, ഒപ്പം TV അഷ്റഫ്.